നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയയ്ക്കുക, പരസ്യങ്ങൾ നൽകുക. രാഹുൽ ഗാന്ധി രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ അനിശ്ചയത്തിനായ നേതാവ്, രാഹുൽ നെഹ്റു കുടുംബത്തിലെ പിന്മുറക്കാരൻ, ഇളം തലമുറയിലെ വ്യക്തി. വലിയൊരു പ്രശ്നമാണ് രാജ്യത്ത് കടത്തിവിട്ടിരിക്കുന്നത്. അത് ആറ്റം ബോംബാവൂ എന്ന് പറഞ്ഞെങ്കിലും അതിനകത്ത് ആറ്റം ബോംബിൻ്റെ പ്രസക്തിയൊന്നും ഉണ്ടാക്കിയില്ല. കാരണം അത് 2 ദിവസമായിട്ടും വലിയ പൊളിറ്റിക്കൽ ചലനമൊന്നും രാജ്യത്ത് ഉണ്ടാക്കിയിട്ടില്ല. പലരും അത് കേട്ടതായിട്ടോ കണ്ടതായിട്ടോ പോലും ആരും മൈൻഡ് ചെയ്യാത്ത രീതിയിലേക്കാണ് അത് പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പറഞ്ഞു ഇതിനകത്ത് സത്യവാങ്മൂലം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യവാങ്മൂലം കൊടുത്താൽ അത് പെട്ടുപോകും. കാര്യം ഇതിനകത്ത് കള്ളമാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഇതിനകത്ത് ഒരെണ്ണമെങ്കിലും കള്ളമുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പെട്ടുപോകും. അത് നിയമോപദേശം കിട്ടി സത്യവാങ്യം തൽക്കാലം കൊടുക്കണ്ടാകും. അങ്ങനെയാണ് രണ്ടാമത് ഇലക്ഷൻ കമ്മീഷൻ സത്യവാങ്യം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തിൻ്റെ ആരോപണത്തിൽപ്പെട്ട ചില സ്ഥലങ്ങൾ പരിശോധിക്കാനിടയായി. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലായി ആരോപണം ബൂമറാങ്ങായിട്ട് പോകാൻ രാഹുൽ ഗാന്ധിക്ക് ചിലപ്പോൾ ചെല്ലും. ഇത് മോശമായ ഒരു ഫേക്ക് ആരോപണമാണ് പലതും. എന്നാൽ ഇതിനകത്ത് സത്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു 10-30,000 വോട്ടിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇനി പരിശോധിക്കണം. എന്തായാൽ പോലും ഇപ്പോൾ കണ്ടുപിടിച്ച കർണാടകത്തിലെ 1-2 കേസുകളിൽ ഫേക്കാണ് എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. അതേസമയം തന്നെ കർണാടകത്തിൽ ഒരു വീട്ടിൻ്റെ നമ്പർ വെച്ച് 10-80 ചേർത്ത കഥയും ഇപ്പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് വന്നപ്പോഴാണ് വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും നോട്ടീസ് കൊടുക്കുന്നു. നോട്ടീസായിട്ടാണ് കൊടുത്തത്. അത് വളരെ പൊളൈറ്റായിട്ടുള്ള നോട്ടീസാണ്. കൈൻഡ്ലി റിക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള നോട്ടീസാണ്. നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ നിങ്ങൾ ഹാജരാക്കണം. പക്ഷേ അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ പറയാനൊരു കാര്യമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചപ്പോൾ ഈ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ കാണിക്കുന്ന, പ്രസ് കോൺഫറൻസിൽ കാണിക്കുന്ന നോട്ട് അല്ലെങ്കിൽ ആ ഒരു ബാലറ്റ് പേപ്പറും അതിൻ്റെ അനുബന്ധ രേഖകളും തെറ്റാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്, ഒറിജിനൽ അല്ല എന്ന്, ഞങ്ങളുടേതല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തെളിയിക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നത്. വലിയ വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇന്ത്യ മുന്നണി യോഗം ചേരുന്നു. MLA-മാരെ MP-മാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സമാഹരിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു. പക്ഷേ എന്തെല്ലാം പ്രക്ഷോഭത്തിലേക്ക് പോയാലും പൊളിറ്റിക്കലായത് തിരിച്ചടി ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അത് അഡ്മിനിസ്ട്രേറ്റീവ് പരമായ തിരിച്ചടി ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായ തിരിച്ചടി ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ, കാരണം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ചെറിയ വ്യക്തികൾക്കെതിരെയല്ല, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനെതിരെയാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് തെളിയിക്കപ്പെടേണ്ടത് രാഹുൽ ഗാന്ധിയുടെ കൂടി ഉത്തരവാദിത്വമാണ്, കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇനി ആരെങ്കിലും എഴുതി കൊടുത്തതോ പറഞ്ഞു കൊടുത്തതോ വർക്കൗട്ട് ചെയ്ത് കൊടുത്തതുമായ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തെറ്റായ വാർത്തകളാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പെട്ടു എന്ന് തന്നെ വേണ്ടി വരും. അല്ല എങ്കിൽ തീർച്ചയായും ഇത് വലിയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും. ജനാധിപത്യത്തിൽ രാഹുൽ ഗാന്ധി ഈ കള്ളവോട്ടിൻ്റെ കഥ പറയുമ്പോൾ മുഴുവൻ കള്ളവോട്ടും കിട്ടിയത് ഭരണാധികാരികൾക്കാണ് എന്നുള്ളൊരു ചോദ്യമില്ല. കുറേ വോട്ട് കോൺഗ്രസിനും കിട്ടിയിരിക്കാം, കുറേ വോട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും കിട്ടിയിരിക്കാം. ആരെല്ലാം മത്സരിച്ചോ അവർക്കെല്ലാം കള്ളവോട്ടിൻ്റെ ഗുണം കിട്ടിയിരിക്കാം. അതുകൊണ്ട് ഈ ജനാധിപത്യത്തിൽ ഈ കള്ളവോട്ടിൻ്റെ ഗുണം ആർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജയിച്ചവർക്ക് മാത്രമായിരിക്കണമെന്നില്ല. ജയിച്ചവർക്ക് ചിലപ്പോൾ നല്ല വോട്ട് കിട്ടിയിട്ട് തോറ്റവർക്ക് കള്ളവോട്ട് കിട്ടിയിരിക്കാം. അതെല്ലാം സംഭവിച്ചിരിക്കാം. എന്തായാലും അത് പരീക്ഷണം നടക്കട്ടെ. തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള മത്സരമാണ് വരുന്നത്. ആ മത്സരത്തിൽ ആരാണ് ജയിക്കുക നമുക്കറിയില്ല. എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ വളരെ പക്വതയുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനത്തിൽ നിന്ന് ഇനി രാഹുൽ ഗാന്ധിക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി തെളിവ് കൊടുക്കുമെന്ന് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതിനിടയിൽ ചാനലുകളൊക്കെ കുറേ തെളിവുകളല്ലാതെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇലക്ഷൻ കമ്മീഷനാണോ ശരി, രാഹുൽ ഗാന്ധിയാണോ കൂടുതൽ ശരി എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എന്തായാലും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ രാഹുൽ ഗാന്ധി തുറന്നു വിട്ട ഭൂതം നല്ലതാണ്. പക്ഷേ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണെന്ന് കൂടി പറയാതെ വയ്യ.